ശ്രീ വി ടി ബൽറാം പക്ഷെ ഇതേ രാശിയുള്ള ആളാണ് നേമത്ത് ജയൻ കിൽറായത്. ഇതേ രാശിയുള്ള ആളാണ് വടകരയിലേക്ക് പോയി അവിടെ ജയിച്ചത്. അപ്പോൾ രാശി വേറൊരു തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് വിജയരാശി ഉണ്ട് ഉള്ള ആൾ കൂടിയാണ് കെ മുരളീധരൻ. അദ്ദേഹം തെളിയിച്ചതാണ് ഏത് മണ്ഡലത്തിലും ധൈര്യത്തോടെ കോൺഗ്രസിനോട് ഇറക്കാൻ കഴിയുന്ന ഒരു രാശിയുണ്ട് എന്ന് അദ്ദേഹത്തിന്റെ പൂർവ്വകാല തെരഞ്ഞെടുപ്പ് പാർലമെന്ററി ജീവിതത്തിലൂടെ തെളിയിച്ചാണ്. അപ്പോൾ ഞാൻ അങ്ങനെയൊക്കെ എത്താം. ശ്രീ വി ടി ബൽറാം ഇവിടെ കൊരട്ടിമുത്തയ്ക്ക് പൂവങ്കൊല സമർപ്പിക്കൽ മാത്രമായിരുന്നില്ല. ഇപ്പം ഇന്നലെ അല്ലെങ്കിൽ മിനിഞ്ഞാന്ന്, അതായത് ഇന്നലെ രാത്രിയാണല്ലോ ഈ പേരുമാറ്റത്തിൻ്റെ സൂചന. മിനിഞ്ഞാന്ന് രാത്രി 2 മണിക്കൊക്കെ അനിലക്കരയുടെ നേതൃത്വത്തിൽ അവിടെ തൃശ്ശൂർ റൗണ്ടിൽ ശിവരാത്രി ആശംസകൾ, MP യുടെ ശിവരാത്രി ആശംസകൾ എന്നൊരു ബോർഡ് വെച്ചിട്ടുണ്ട്. ആർക്കും അറിയത്തില്ലായിരുന്നു പ്രതാപൻ്റെ മാറ്റം. അപ്പോൾ പത്മജ വേണുഗോപാലിൻ്റെ BJP-യിലേക്കുള്ള പോക്ക് അത്ര ഇമ്പാക്റ്റ് ഉണ്ടാക്കേണ്ടതുണ്ടായിരുന്നോ? അത്ര ഓവർ റിയാക്ഷൻ്റെ കാരണം ഉണ്ടായിരുന്നോ ശ്രീ വി ടി ബൽറാം? ഞാനിപ്പോൾ ഹാഷ്മി ഈ ഗോപാലകൃഷ്ണനോട് ചോദിച്ച ചോദ്യം തന്നെയാണ് എൻ്റെ മനസ്സിലൂടെ കടന്നുപോയത്. ഈ തെരഞ്ഞെടുപ്പിൽ ജാതകവും ഭാഗ്യവും രാശിയുമൊക്കെയാണോ BJP-യുടെ പ്രചരണായുധങ്ങളായിട്ട് അവർ മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് അവരുടെ ഈ വാദഗതികൾ കേൾക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും സംശയം തോന്നുന്നത്. ഇവിടെ എന്തൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്? കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇന്നാണ് നടന്നത്. ഇന്ത്യയിൽ ആദ്യമായി കോൺഗ്രസിന്റെ ഒരു ലിസ്റ്റ് ഈ തെരഞ്ഞെടുപ്പിൽ പുറത്തു വരുന്നത് ഇന്നാണ്. അതിൽ 39ഓളം സ്ഥാനാർത്ഥികളെ മാത്രമേ ഈ ഘട്ടത്തിൽ പ്രഖ്യാപിച്ചിട്ടുള്ളൂ. കാരണം ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് തന്നെ പ്രഖ്യാപിച്ചിട്ടില്ല ഇലക്ഷൻ കമ്മീഷൻ. എന്നാണ്, ഏത് ഷെഡ്യൂളിലാണ് എന്നുള്ളതൊന്നും നമുക്കറിയില്ല. അപ്പൊ അതുകൊണ്ട് ആദ്യത്തെ തെരഞ്ഞെടുപ്പ് പട്ടിക പുറത്ത് ഇന്ന് വരുമ്പോൾ അതിൽ കേരളത്തിൽ കോൺഗ്രസ് മത്സരിക്കുന്ന 16 സീറ്റിലെയും സ്ഥാനാർത്ഥികളെ ഒറ്റയടിക്ക് ഞങ്ങൾക്ക് പ്രഖ്യാപിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. മറ്റൊരു രാഷ്ട്രീയ പാർട്ടി ദേശീയ തലത്തിലുള്ളത് BJP ആണല്ലോ. BJP കേരളത്തിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പല സീറ്റുകളിലും ഇനിയും പ്രഖ്യാപിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. അപ്പൊ അവരുടെ ഇടയിൽ ആ കൺഫ്യൂഷൻ ഉണ്ട്. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് അത്തരത്തിലുള്ള ഒരു കൺഫ്യൂഷനും ഇല്ലാതെ ഒറ്റയടിക്ക് കേരളത്തിലെ കോൺഗ്രസ് മത്സരിക്കുന്ന 16 സ്ഥാനാർത്ഥികളെയും ഞങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഞങ്ങളുടെ ഘടകകക്ഷികളുടെ സ്ഥാനാർത്ഥികളെ ഇതിനോടകം തന്നെ ഒരാഴ്ച മുമ്പ് തന്നെ അവർ പ്രഖ്യാപിച്ചിരിക്കുന്നു. അതോടുകൂടി കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ചിത്രം വ്യക്തമാവുകയാണ്. 20 സീറ്റിലെയും UDF സ്ഥാനാർത്ഥികൾ ഇന്ന് രംഗത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ അവർക്കുണ്ടാവുന്ന സ്വാഭാവികമായിട്ടുള്ള അസ്വസ്ഥത, അവർ വലിയ പ്രതീക്ഷകൾ കെട്ടിപ്പൊക്കിയിരുന്ന സ്ഥലങ്ങളിൽ അവർക്ക് നേരിടേണ്ടി വരുന്ന പുതിയ ഇച്ഛാഭംഗം, ഇതിന്റെയൊക്കെ ഒരു ബഹിർസ്ഫുരണമായിട്ട് മാത്രമേ അദ്ദേഹത്തിന്റെ ഈ പ്രതികരണങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അവർ മുന്നോട്ട് വയ്ക്കുന്ന വാദഗതികളിലെ ബാലിശമായിട്ടുള്ള സ്വഭാവം നമ്മളൊന്ന് തിരിച്ചറിയണ്ടേ. ഇവിടെ എന്താ പറഞ്ഞത്? ഇവിടെ കഴിഞ്ഞ ദിവസം ഇന്നലെ പത്മജയുടെ രാഷ്ട്രീയ ചുവടുമാറ്റവുമായി ബന്ധപ്പെട്ട് എനിക്ക് തോന്നുന്നു യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞൊരു കാര്യത്തെക്കുറിച്ചാണ് ഗോപാലകൃഷ്ണൻ ഇങ്ങനെ വലിയ രീതിയിൽ വളച്ചൊടിച്ച് വികാരം കൊള്ളുന്നതെന്ന്. രാഹുൽ മാങ്കൂട്ടത്തിൽ വളരെ കൃത്യമായി തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇതൊരു രാഷ്ട്രീയ ലെഗസിയുടെ കാര്യം പറയുകയാണെങ്കിൽ കരുണാകരന്റെ രാഷ്ട്രീയ ലെഗസി ഉപയോഗിക്കാനുള്ള അർഹത ആ നിലയ്ക്ക് പത്മജ സ്വയം നഷ്ടപ്പെടുത്തിയിരിക്കുന്നു. ബയോളജിക്കലി കരുണാകരൻ അവരുടെ പിതാവായിരിക്കാം. പക്ഷേ ആ പിതൃത്വത്തിന്റെ വേദന ഉണ്ടാവണമെങ്കിൽ വേദന ഉണ്ടാവുന്നത് ഏറ്റവും കൂടുതൽ ബി ഗോപാലകൃഷ്ണനോ വി ടി ബൽറാം എനിക്കോ അല്ല, അത് കെ മുരളീധരനാണ്. ഇപ്പോൾ ബി ഗോപാലകൃഷ്ണൻ അർത്ഥത്തിലാണെങ്കിൽ ഇപ്പോൾ കെ മുരളീധരനോട് ചോദ്യം ഉണ്ടായപ്പോൾ അദ്ദേഹത്തിന്റെ ചോദ്യം, അദ്ദേഹം ജീവിതകാലം ഇപ്പൊ ബി ഗോപാലകൃഷ്ണൻ അദ്ദേഹത്തിന്റെ അനുശോചന പ്രസംഗത്തിൽ പോയി BJP ഉണ്ടായിരുന്നില്ല എന്നൊരു പ്രതീക്ഷ അദ്ദേഹത്തിന് പ്രതീക്ഷ നിൽക്കേ ഉണ്ടായിരുന്നുള്ളൂ. ജീവിതകാലം മൊത്തം എതിർത്ത സംഘപരിവാറിന് കരുണാകരൻ ഒരു പോസ്റ്റർ അടിക്കാൻ അവസരം ഉണ്ടായി കൊടുത്ത ആരാണ് എന്ന് പറഞ്ഞാൽ കരുണാകരൻ രാഷ്ട്രീയ ലെഗസി ഒന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദ്യം ചെയ്തിട്ടില്ല. അപ്പം മനസ്സിലാവേണ്ടവർക്ക് എന്താ ഏത് അർത്ഥമാണെന്ന് മനസ്സിലായിട്ട്. പക്ഷേ അപ്പോൾ ഞാൻ പറയും ആ തന്തയിൽ എന്താണ് ആ ടൈപ്പ് ഓഫ് കോയിനെ ചോദിക്കാൻ പാടില്ല. അത് വേറെ കാര്യം. ഇനി പൊളിറ്റിക്കൽ പിതൃശൂന്യത എന്ന വാക്കാണെങ്കിൽ കൂടി ഉപയോഗിക്കാൻ പാടില്ലായിരുന്നു. നമുക്കറിയാം, വളച്ചൊടിച്ച് ഏത് തരത്തിൽ വേണമെങ്കിൽ കൊണ്ടുപോകാം എന്നുള്ളതുകൊണ്ട് അല്ല. അപ്പൊ അതാണ് അവർ ഈ ഇലക്ഷനിൽ മുന്നോട്ട് വെക്കാൻ പോകുന്ന ഒരു വിഷയം. രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞതിനെ മറ്റു രീതിയിൽ വളച്ചൊടിച്ച്, നാട്ടുഭാഷയിലേക്ക് വളച്ചൊടിച്ച് അതിനെ ആ രീതിയിൽ വൈകാരികമായിട്ട് ഉപയോഗിക്കാൻ പറ്റുമോ? കരുണാകരന്റെ കുടുംബത്തിൽ അതിന്റെ പേരിൽ ഒരു മറ്റു തരത്തിലുള്ള ചർച്ചയിൽ ഉണ്ടാക്കാൻ പറ്റുമോ? ഇതാണ് അവരുടെ ഒരു ശ്രമം. രണ്ടാമത്തെ എന്താ, TN പ്രതാപനോട് വലിയ സ്നേഹം വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഇന്നലെ വരെ ഈ TN പ്രതാപനെ കുറിച്ച് ഇവർ പറഞ്ഞുണ്ടാക്കിയ നുണകള്, അദ്ദേഹത്തിന്റെ സെക്യുലർ നിലപാടുകളെ എത്രത്തോളം വർഗീയവൽക്കരിച്ചുകൊണ്ടാണ് ഇവർ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും മറ്റും പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത് എന്നുള്ള കാര്യം ഇതൊക്കെ ഈ നാട്ടിലെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അങ്ങനെയുള്ള ആ സാഹചര്യത്തിൽ TN പ്രതാപന്റെ പൂർണ്ണമായിട്ടുള്ള സമ്മതത്തോടുകൂടി അവിടെ ഒരു പുതിയ സ്ഥാനാർത്ഥിയെ നിയോഗിക്കേണ്ട ഒരു പ്രത്യേക സാഹചര്യം ഉണ്ട് എന്ന് പാർട്ടിക്ക് ബോധ്യപ്പെട്ടപ്പോൾ ആ പാർട്ടി തീരുമാനത്തെ സഹർഷം സ്വാഗതം ചെയ്യുകയും മറ്റെല്ലാവരെയും യഥാർത്ഥത്തിൽ അത്ഭുതപ്പെടുത്തുന്ന തരത്തിൽ ഈ പുതിയ കെ മുരളീധരന്റെ സ്ഥാനാർത്ഥിത്വത്തെ സ്വാഗതം ചെയ്ത് അദ്ദേഹത്തിന് വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങിയ ആളാണ് ശ്രീ TN പ്രതാപൻ.
കാരണം TN പ്രതാപനെ എത്രയോ കാലമായിട്ട് നമുക്കൊക്കെ അറിയാം. ഞാൻ അദ്ദേഹത്തോടൊപ്പം നിയമസഭയിൽ അംഗമായിരുന്നു. അതിനപ്പുറത്തുള്ള, അതിന് മുമ്പും അതിനുശേഷമുള്ള സൗഹൃദവും ബന്ധവും ഒരു സഹോദരന്റെ സ്ഥാനവും ഒക്കെ ഉള്ള ആളാണ് ഞാൻ. അദ്ദേഹം എന്ന് പറയുന്നത് അടിമുടി പാർട്ടിക്കാരനാണ്, കോൺഗ്രസ്സുകാരനാണ്. ഒരു സാധാരണ മത്സ്യത്തൊഴിലാളി കുടുംബത്തിൽ നിന്ന് കടന്നു വന്ന് KSUവിലൂടെയും യൂത്ത് കോൺഗ്രസിലൂടെയും മറ്റ് പലതരത്തിലുള്ള കോൺഗ്രസിന്റെ അനുബന്ധ സംഘടനകളുടെയും കടന്നു വന്ന് അദ്ദേഹം 2 തവണ നാട്ടികയിൽ നിന്ന് MLA ആയി, അതിനുശേഷം കൊടുങ്ങല്ലൂരിൽ നിന്ന് MLA ആയി, അതിനുശേഷം അദ്ദേഹം സിറ്റിംഗ് MLA ആയിരിക്കുമ്പോൾ മാറി നിൽക്കുകയായിരുന്നു. അദ്ദേഹം സിറ്റിംഗ് MLA ആയി കൊടുങ്ങല്ലൂരിലുള്ള സമയത്താണ് അദ്ദേഹം മത്സരരംഗത്തേക്ക് ഇനി എനിക്ക് ഇടവേള വേണമെന്ന് പറഞ്ഞ് മാറി നിൽക്കുകയും അദ്ദേഹം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് കടന്നു വരികയും ചെയ്തത്. അങ്ങനെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷ സ്ഥാനത്തിരുന്നു കൊണ്ടാണ് കഴിഞ്ഞ തവണ അദ്ദേഹം പാർലമെന്റിലേക്ക് മത്സരിച്ചത്. അപ്പോൾ അദ്ദേഹം അങ്ങനെ അധികാരത്തിന്റെയോ പദവികളുടെയോ പുറകെ പോകുന്ന ആളല്ല. അദ്ദേഹം വ്യക്തിപരമായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മാധ്യമ പ്രവർത്തകരുമായിട്ട് വലിയ സൗഹൃദമുള്ള ആളാണ്. നിങ്ങൾക്കൊക്കെ വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിന്റെ മനസ്സറിയാനുള്ള അവസരം ഒരുപാട് തവണ ഉണ്ടായിട്ടുണ്ടല്ലോ. അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിൽ ആ വീണ്ടും ഒരിക്കൽ കൂടി മത്സരിക്കണമെന്ന് വ്യക്തിപരമായിട്ട് ആഗ്രഹിച്ച ഒരാളല്ല എന്ന് നമുക്കറിയാം. പക്ഷേ സിറ്റിംഗ് MLA-മാർ മുഴുവൻ മത്സരിക്കുന്ന ഒരു പൊതു തീരുമാനത്തിലേക്ക് പാർട്ടി ഒരു ഘട്ടത്തിൽ വന്നപ്പോൾ അദ്ദേഹം പാർട്ടിക്ക് വേണ്ടി ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയാണ്. ഈ പാനലിൽ തന്നെ പലരും ആ നിലയിൽ പാർട്ടിയുടെ ഒരു സന്നിഗ്ധാവസ്ഥയിൽ ഈ തീരുമാനത്തിന്റെ ഈ തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് പലരും മത്സരരംഗത്തേക്ക് കടന്നു വരികയായിരുന്നു. ഇവിടെ പക്ഷേ വളരെ നല്ല ഒരു സ്ഥാനാർത്ഥിയെ കോൺഗ്രസിന് അവതരിപ്പിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ ശ്രീ K. മുരളീധരൻ എന്ന് പറയുന്ന TN പ്രതാപനേക്കാൾ സ്റ്റേച്ചറുള്ള, അദ്ദേഹത്തിന്റെ കൂടി നേതാവായി TN പ്രതാപൻ അടക്കമുള്ള ആളുകൾ കാണുന്ന K. മുരളീധരൻ അവിടെ പ്രത്യേക സാഹചര്യത്തിൽ മത്സരിക്കാൻ വരുമ്പോൾ ഒരു കുത്തിത്തിരിപ്പും നിങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടായാൽ ഗോപാലകൃഷ്ണൻ ഒറ്റക്കെട്ടായി ഞങ്ങൾ K. മുരളീധരന് വേണ്ടി വിജയിക്കും. നിങ്ങളുടെ അക്കൗണ്ട് തുറക്കുക എന്നുള്ള സ്വപ്നം, അത് സ്വപ്നമായി തന്നെ ഈ തവണയും അവശേഷിക്കാനേ പോകുന്നുള്ളൂ, ഒരു സംശയവും വേണ്ട. ആനന്ദ് കൊച്ചുകൂടി ഇപ്പോൾ TN പ്രതാപന് ശ്രീ B. ഗോപാലകൃഷ്ണൻ പറയുന്ന ആഴത്തിലെ ഹൃദയവേദന ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. കാര്യം 6 മാസം മുൻപ് തന്നെ മത്സരത്തിൽ നിന്ന് ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് AICC കത്ത് കൊടുത്ത ആളാണെന്നാണ് എനിക്കറിയാൻ കഴിയുന്നത്. മാത്രമല്ല ഇത്തവണയല്ല, ഇതിനു മുമ്പ് രാഹുൽ ഗാന്ധി KC വേണുഗോപാലും വരുമ്പോൾ നേരിൽ പോയി കണ്ട് എന്നെ ഇത്തവണ ഒഴിവാക്കി തരണം എന്ന് അഭ്യർത്ഥിച്ച ആളാണ് TN പ്രതാപൻ എന്നാണ് എൻ്റെ അറിവ്. ഇതൊക്കെ അകത്തെ എന്താണ് അവരുടെ ഇന്നർ സർക്കിൾ നടക്കുന്നതാണ്. ഇപ്പോൾ VT ബൽറാം സമ്മതിക്കില്ലെങ്കിലും TN പ്രതാപൻ ഉറപ്പായും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമുണ്ട്. അപ്പോൾ TN പ്രതാപൻ അവിടുന്ന് മാറുന്നത് ഇപ്പോൾ ഏതോ സിനിമയ്ക്കകത്ത് പറയുന്നത് പോലെ, എന്താ കൊച്ചിനനിഫ പറയുന്നത് പോലെ പൊട്ടനും പോയി ചട്ടിയും പോയി ബോട്ടും കിട്ടിയ അയലസ എന്ന് പറയുന്ന ഒരു ഉള്ളിൽ ചിരി ഞാൻ വ്യക്തിപരമായി കാണുന്നത്. പോട്ടെ.